നമസ്കാരം എല്ലാവർക്കും. ഗ്രീസാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലസ് വണ്ണിലെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളൊന്നാണ് ലോസ് ഓഫ് മോഷൻ. നമ്മൾ പലപ്പോഴും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററായിട്ട് മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞ 9ാമത്തെ ചാപ്റ്റർ പറയുന്നുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ലോസ് ഓഫ് മോഷൻ ആണ്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളതാണ്. വളരെ സിമ്പിളായിട്ട് പഠിക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതായത് നമുക്ക് തുടങ്ങാം. ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷൻ എന്ന് പറയുമ്പോൾ തന്നെ ന്യൂട്ടന്റെ ലോസുമായിട്ട് വളരെയധികം ബന്ധമുള്ളൊരു ചാപ്റ്ററാണ്. അതുകൊണ്ട് തന്നെ ന്യൂട്ടന്റെ 3 ലോസ് നമ്മൾ തുടങ്ങുകയാണ്. ന്യൂട്ടന്റെ ലോയുമായിട്ട് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന വേറൊരു ചാപ്റ്റർ ഇല്ല. അന്നേരം ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, ന്യൂട്ടന്റെ തേർഡ് ലോ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്ന പേര് ലോ ഓഫ് ഇനേർഷ്യ ആണ്. എന്താണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ? നമ്മളൊരു ഡെസ്കേ കയറിയിരിക്കണം, ഭാരമുള്ള ഡെസ്കയിലോ ബെഞ്ചിലോ കയറിയിരിക്കുമ്പോൾ നമ്മൾ അതിൽ ഇരുന്നുകൊണ്ട് തന്നെ നീക്കാൻ ശ്രമിക്കുക. നീങ്ങോ? ഇല്ല. എന്നാൽ പുറത്തുനിന്ന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ എന്ത് ചെയ്യും? നീങ്ങും. അന്നേരം റെസ്റ്റ് ഇരിക്കുന്ന ഒരു വസ്തുവിന് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താൽ മാത്രമേ മൂവ് ചെയ്യത്തുള്ളൂ. തിരിച്ചു പറഞ്ഞാൽ എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ ആ ബോഡി റെസ്റ്റിൽ തന്നെ ആയിരിക്കും. ഇതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. പറയുന്നത് ഇങ്ങനെയാണ്: എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് state of rest or of uniform motion unless an external force acts on it. Unbalanced external force acts on it. ലോ ഇതുപോലെ പഠിക്കണം. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ സ്റ്റേറ്റ് ചെയ്യാൻ ചോദിക്കാം, സെക്കൻഡ് ലോ ചോദിക്കാം, തേർഡ് ലോ ചോദിക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കാം, പക്ഷെ പല ആവർത്തികൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ന്യൂട്ടന്റെ ഫസ്റ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ വളരെ സ്പീഡിൽ നല്ല പഠിച്ചതിന് ശേഷം പഠിക്കുക. ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. എവരി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് യൂണിഫോം മോഷൻ unless an external unbalanced force acts on it. ഇനി സെക്കൻഡ് ലോ. സെക്കൻഡ് ലോ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. മൊമെന്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻടു വെലോസിറ്റി ആണ്. ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇപ്പൊ ഞാനിതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം എന്തായാലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും നമ്മൾ ഇത് പഠിക്കാൻ പോകും. അപ്പൊ ഈ ലോ മാത്രം പഠിക്കുക. ദി റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ഇറ്റ് ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഇതാണ് ന്യൂട്ടന്റെ ഏത് ലോ? സെക്കൻഡ് ലോ. ഇനി ന്യൂട്ടന്റെ തേർഡ് ലോ. To every action there is an equal and opposite reaction. ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ന്യൂട്ടന്റെ ഈ ലോയുടെ ഇഷ്ടം, പെട്ടെന്ന് പഠിക്കാം. To every action, ഏത് ആക്ഷനും there is an equal and opposite reaction. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും, പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ തോറ്റു. എല്ലാത്തിനും റിയാക്ഷൻ ഉണ്ട്. ഏത് രീതിയിലായാലും ഇപ്പൊ നിങ്ങൾ പഠിച്ചു, നന്നായി പഠിച്ചു, നിങ്ങൾ തോറ്റു, അത് റിയാക്ഷൻ ആണ്. To every action there is an equal and opposite reaction. അതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ. ഫസ്റ്റ് ലോ കഴിഞ്ഞു, സെക്കൻഡ് ലോ കഴിഞ്ഞു, തേർഡ് ലോ കഴിഞ്ഞു. ഇനി ഡിസ്കഷൻ ഓഫ് ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ഫസ്റ്റ് ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന 2 ഫാക്ടേഴ്സ് ആണ്. ഒന്ന് ഫോഴ്സും, 2 ഇനേർഷ്യ. ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സിൽ ഒരെണ്ണം ഫോഴ്സും, 2 ഇനേർഷ്യ. എന്താണ് ഫോഴ്സ്? ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ബലം എന്നുള്ളതാണ്. Force is that which changes or tends to change the state of rest or uniform motion along a straight line. Straight line ഇരിക്കുന്ന ഒരു വസ്തുവിനെ അല്ലെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന വസ്തുവിനെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ സഹായിക്കുന്നതിനെയാണ് നമ്മൾ ഫോഴ്സ് അല്ലെങ്കിൽ ബലം എന്ന് പറയുന്നത്. ഫോഴ്സിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ SI സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ന്യൂട്ടൺ ആണ്. TJ സിസ്റ്റത്തിനകത്തുള്ള യൂണിറ്റ് ഡൈൻ ആണ്. 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ എഴുതി ബോക്സ് എന്തായിരിക്കണം? 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻ ആണ്. 1 ന്യൂട്ടൺ is equal to 10⁵ ഡൈൻ. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് എപ്പോഴും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയമെൻഷൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ തന്നെ mLT⁻². mLT⁻². അന്നേരം ഒന്നുകൂടെ പറഞ്ഞേ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്ന 2 ഫാക്ടേഴ്സിൽ ഒരെണ്ണം ഫോഴ്സ് ആണ്, 2 ഇനേർഷ്യ ആണ്. ഫോഴ്സിന്റെ എന്താണ് ഫോഴ്സ് എന്ന് പഠിക്കണം. ഫോഴ്സിന്റെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ന്യൂട്ടൺ ആണ്. TJ സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ഡൈൻ ആണ്. 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് 10⁵ ഡൈൻ ആണ്. പിന്നെ ഫോഴ്സിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് mLT⁻² ആണ്. ഇനി രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഇനേർഷ്യ ആണ്.
ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ എബിലിറ്റി ആണോ ഇന്നബിലിറ്റി ആണോ? നിങ്ങൾ ചെറിയ ക്ലാസ് മുതലേ കേട്ട് വരുന്നതായിരിക്കാം. ഇനേർഷ്യയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എക്സാമ്പിൾ ടീച്ചർമാർ പറയുന്നത് നല്ല സ്പീഡുള്ള ഒരു ബസ്സിൽ പോവാണ്, അതിനകത്ത് നിറച്ച ആൾക്കാർ പെട്ടെന്ന് ഡ്രൈവർ സഡൻ ബ്രേക്ക് പിടിക്കുന്നു, എല്ലാവരും മുന്നോട്ടായിരുന്നു. മുന്നോട്ടായുക എന്ന് പറയുന്നത് നമ്മുടെ ഇന്നബിലിറ്റിയാണ്. ഒരു ബോഡിയുടെ ഇന്നബിലിറ്റിയെ പറയുന്ന പേരാണ് ഇനേർഷ്യ. ഒരു വസ്തുവിന്റെ ഇന്നബിലിറ്റി, അതായത് ഇനേർഷ്യ എന്ന് പറയുമ്പോൾ ഓർത്തോളം കഴിവില്ലായ്മയാണ്, കഴിവില്ലായ്മയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. Inertia is the ability of a body to change its state of rest or of uniform motion along a straight line. ഫസ്റ്റ് ലോയുടെ ഡിസ്കഷൻ കഴിഞ്ഞു. ഡീറ്റെയിൽ ആയിട്ട് വസ്തു ഇനിയും നമുക്ക് പഠിക്കാനുണ്ട്. ചെറുതായിട്ട് ഏതൊക്കെയാണ്? അതുപോലെ ഡിസ്കഷൻ ഓഫ് സെക്കൻഡ് ലോ ഡിസ്കസ് ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സിൽ ഒരെണ്ണം മൊമെന്റമാണ്, രണ്ട് ഇമ്പൾസ് ആണ്. രണ്ടും 2 മാർക്ക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. മൊമെന്റ് ചോദിച്ചാണ്, വളരെ എളുപ്പമാണെന്ന് പറഞ്ഞ് തെറ്റിച്ചു, നോക്കിക്കൊണ്ട് പോയില്ലെന്ന് പറഞ്ഞു. മൊമെന്റം ഡിനോമിനേറ്റർ പി ആണ്. പി വാട്ട് ഈസ് മീൻ ബൈ മൊമെന്റം? ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മാസിന്റെയും വെലോസിറ്റിയുടെയും പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് മൊമെന്റം. പി ഈസ് ഈക്വൽ ടു mv. ഓക്കെ ആണല്ലോ. ഇനി യൂണിറ്റ് പറഞ്ഞിട്ട് മൊമെന്റത്തിന്റെ മാസിന്റെ കിലോഗ്രാം, വെലോസിറ്റിയുടെ മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ മാസിന്റെ ക്യാപിറ്റൽ എം, വെലോസിറ്റിയുടെ L⁻⁻⁻1, അതായത് mL⁻⁻1. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. അതായത് മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഡയമെൻഷൻ mL⁻⁻1. ക്ലിയർ? അടുത്തത് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. മൊമെന്റം പരീക്ഷയ്ക്ക് ചോദിക്കാം, വാട്ട് ഈസ് മൊമെന്റം, വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ് ചോദിച്ചിട്ടുള്ളതാണ്. വാട്ട് ഈസ് ഇമ്പൾസ്, വാട്ട് ഈസ് ഇറ്റ്സ് യൂണിറ്റ്? ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം. ഫോഴ്സിന്റെയും ടൈമിന്റെയും പ്രോഡക്റ്റിനെ പറയുന്ന പേരാണ് ഇമ്പൾസ്. I is equal to F എന്ന് പറഞ്ഞാൽ ഫോഴ്സ്, T എന്ന് പറഞ്ഞാൽ ടൈം. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, F into T ക്ക് പകരം dt എന്ന് കൊടുക്കാം. എന്നാലും എന്ത് തന്നെയാണ്, ചെറിയ സ്മോൾ ടൈമാണ്. I is equal to F into T, I is equal to F into dt. ഓക്കെ, ഒരു ബോക്സ് ആക്കിയേക്കാം. ഇനി യൂണിറ്റ് പറഞ്ഞ ഫോഴ്സിന്റെ ന്യൂട്ടൺ, ടൈമിന്റെ സെക്കൻഡ്, ന്യൂട്ടൺ സെക്കൻഡ്. ഡയമെൻഷൻ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ mL⁻⁻2 ഇൻറ്റു ടൈമിന്റെ t. T എന്ന് പറഞ്ഞാൽ T⁻1, mL⁻⁻1. അന്നേരം മൊമെന്റത്തിന്റെയും ഇമ്പൾസിന്റെയും യൂണിറ്റ് വ്യത്യാസമാണ്, പക്ഷെ ഡയമെൻഷൻ സെയിം ആണ്, mL⁻⁻1. ഇത്രയും ക്ലിയർ ആണല്ലോ. നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പെട്ടെന്ന്. ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. ഫസ്റ്റ് ലോ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെ എന്റെ കൂട്ടത്തിൽ പറഞ്ഞു പോകണം. ഒന്ന് ഫോഴ്സും, രണ്ട് ഇനേർഷ്യയും. സെക്കൻഡ് ലോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രണ്ട് ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? മൊമെന്റും, രണ്ട് ഇമ്പൾസ്. ഇത്രയും പക്ക ഓക്കെ ആണല്ലോ.